കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. ചേട്ടാ പൊറോട്ടൊക്കെ അവിടെയൊക്കെ ക്യാമറ ഇരിപ്പുണ്ട്. ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ചേട്ടാ ഏനെ ഇങ്ങോട്ട് വിളിക്കാനല്ലേ പറഞ്ഞോളൂ. വേറെ ആരും ഞങ്ങളൊന്നും പറഞ്ഞില്ലോ. ചേട്ടനോട് ഇത്രയും നേരം ഞാൻ മിണ്ടാണ്ടിരുന്നില്ലേ? ഏനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. ചേട്ടനോട് ഇങ്ങോട്ട് വരാനേ ഞാൻ പറഞ്ഞോളൂ. ആ പോലീസുകാരുടെ പോലും പിടിച്ചെടുത്ത് ഞങ്ങളുടെ ബ്രീത്തലൈസർ വെച്ച് ഊതിച്ചു നോക്കാനാണ്. പഞ്ചായത്ത് ഓരോ പോസ്റ്റ് മാറ്റാൻ പൈസ തന്നിട്ട് 3 വർഷമായി ഇതുവരെ പണി കിട്ടിട്ടില്ല. അതെയോ? അല്ലാണ്ട് പോലീസിനെ വിളിച്ച് നിങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടിട്ടൊന്നുമല്ല. ആ ബ്രീത്തലൈസർ വെച്ച് ഞങ്ങൾ ഊതിച്ചു നോക്കാനാണ്. ഹലോ, ഒരു മിനിറ്റ്. ആള് ലീവല്ല, ഡ്യൂട്ടിയിലുണ്ട്. ആള് വരാൻ ബാധ്യതയുണ്ട്. അയാൾ ഇപ്പൊ വരാന്ന് പറഞ്ഞാണ്. അയാളുടെ അഡ്രസ് തരണ്ടേ? അയാൾ വരാൻ ബാധ്യതയുണ്ട്. അയാൾക്ക് വരണം. 5 കിലോമീറ്റർ ചുറ്റളവിൽ അയാൾ വേണം. ഇതിന്റെ ചുറ്റളവില് ആ ഉദ്യോഗസ്ഥൻ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് ചട്ടം. അദ്ദേഹത്തെ വിളിച്ചിട്ട് കുറെ നേരമായി. ഓവർസിയർ വിളിച്ചിട്ട് പോലും അദ്ദേഹം ഇപ്പൊ വരാന്നാണ് പറഞ്ഞേക്കുന്നത്. വന്നിട്ടില്ല. എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അല്ല, 24 മണിക്കൂറും എയും എക്സിയും ഡ്യൂട്ടിയിൽ ഉണ്ടാവണം എന്നാണ് ചട്ടം. അടിയന്തര സാഹചര്യം എപ്പോ വന്നാലും വിളിച്ചാൽ വരണം. അദ്ദേഹം വരണ്ടേ? എന്റെ സംശയം അദ്ദേഹം മദ്യപിച്ചിട്ടാണോ വരാത്തെന്നുള്ളതാണ് എന്റെ ചോദ്യം. അതാണ് ഇത്ര വിഷയമുള്ളൂ. ഇവിടെ അതിനെക്കുറിച്ച് വരണ്ടേ? ആരുമില്ല. ആരെങ്കിലും ഒരാൾ വേണ്ടേ? ഒരു ഓഫീസർ മാത്രമുണ്ട്. പുള്ളി പറയാൻ പുതിയായിട്ട് ചാർജ് എടുത്താൽ എനിക്ക് കുറിച്ച് ബന്ധങ്ങളൊന്നും എല്ലാ ദിവസവും ഈ പിള്ളേരും എല്ലായിടത്തൊക്കെ എങ്ങനെ. ഇന്നലെ കറണ്ട് പോയിട്ട് വെളുപ്പാങ്കാലത്താണ് വന്നത്. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. കാരണം ഓവർസിയർ വിളിച്ചാൽ വരേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വരേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല. ഇത് വരാം. ഇത് വരണമെന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓരോ 10 മിനിറ്റ് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പോലും വന്നിട്ടില്ല. അവസാനം എൻ്റെ കയ്യിൽ ആ ഫോൺ തന്നു. ഞാനാണ് സംസാരിച്ചത്. അദ്ദേഹം ഇപ്പോൾ വരാമെന്ന് പറയുന്നതല്ലാണ്ട് ഈ പറയുന്ന പുള്ളി ഇട്ടാവട്ടത്ത് തന്നെ ഉണ്ടാവണം എന്നാണ് ചട്ടം. വീടും പറയണില്ല. ഇവിടെ ഓഫീസർ വിളിച്ചിട്ട് പുള്ളി വീടും പറയണ എവിടെയൊന്നും പറയണില്ല. അയാൾ ഡ്യൂട്ടിയിലുള്ള മനുഷ്യനാണ്. ഡ്യൂട്ടിയിലുള്ള മനുഷ്യനെ ഇവിടെ സേവനം അനുഷ്ഠിക്കണമല്ലോ. അടിയന്തര ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റും. അവർക്കും വീടും കുടുംബമൊക്കെ അങ്ങനെയല്ല. 24 മണിക്കൂറും ഡ്യൂട്ടിയിലുണ്ടാവണമെന്ന് ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഓവർസിയർ വിളിച്ചാൽ ഓവർസിയറുടെ മുകളിലുള്ളത് വരാൻ ബാധ്യതയുണ്ട്. ഓവർസിയർ വിളിച്ചാൽ വരാൻ ബാധ്യതയുണ്ട്. സാറിപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ SI ഇല്ല എന്നുണ്ടെങ്കിൽ പോലും SI വരാൻ ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതിനകത്തെ ചട്ടം. അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. ഇപ്പം തുടങ്ങിയാലേ ഇന്നലെ തുടങ്ങിയുള്ളത് അതാണ്. 10 മിനിറ്റ് വരും, കറണ്ട് പോകും, പിന്നെയും വരും, പിന്നെയും പോകും. ഇത് തന്നെ ഇതാണ് അവസ്ഥ. ചേരാലിൻ്റെ മാത്രമുള്ളൊരു പ്രതിഭാസമാണ്. ഒരു ലൈൻ വരുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ ലൈൻ ചാർജ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഓഫ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ അപ്പുറത്ത് ഓഫ് ചെയ്യും. 10 മിനിറ്റ് ഇടവിട്ട് പരിപാടിയാണ്. എല്ലാവരുടെയും അങ്ങനെ തന്നെ ഉണ്ടോ? വൈഫ് അയ്യാണ് മക്കര ഈ ചേരാനല്ലൂര് ഈ പരിസരം ഇതാണ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ തൊട്ടപ്പുറത്തോട്ടില്ല. സാറോ ഓഫീസിനകത്തോട്ട് വന്ന് നോക്കി എത്ര പേരുണ്ടെന്ന് നോക്കി. സാർ എത്ര പ്രാവശ്യം പോയി? അല്ല, സാറിന്റെ വൈഫ് ഹൗസ് അവിടെയാണെന്ന് പറഞ്ഞു. എന്റെ വീട്. എത്ര പ്രാവശ്യം പോയാണ്? ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. എവിടെ? എളമക്കരയില്. സാർ പറഞ്ഞില്ല അവിടെ തന്നെയാണെന്ന് പറഞ്ഞില്ല. മെസ്സേജ് അയച്ചേക്കുന്ന ഇപ്പൊ സാറേ ഇവിടെ അതല്ല സാർ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നോക്കി. അതിനകത്ത് സ്ത്രീകളും കുട്ടികളോടൊക്കെ എത്ര പേരിൽപ്പെടുന്നു സാർ ഒന്ന് നോക്കി. ഒന്ന് ഇങ്ങോട്ട് പോയോ? ഉദ്യോഗസ്ഥൻ വരാൻ ബാധ്യതയുണ്ടെന്നേ നമ്മൾ പറഞ്ഞോളൂ. ഇവിടെ ഓവർസിയർ ഉണ്ട്. ഒന്നും അറിയാൻ പാടില്ലാത്ത ഇങ്ങനെ ഇരിപ്പുണ്ട്. അവരുടെ ജോലി
അവിടെ കറണ്ട് വന്നപ്പോ അവിടെ പോയിട്ടാ ഓവർഷെയറാണ് തിരുപ്പുണ്ട്. അതാണ് ഓവർസിയർ. ആരും വന്നല്ല, അവിടെ പുറത്തുനിന്നുള്ള ഇഷ്യൂ ആണ്. ചൂട് വഹിക്കാൻ ആർക്കെങ്കിലും നമസ്കാരം സാറേ ചോദിക്കും. ഞാനിന്ന് എയിനെ വിളിച്ചു. ആദ്യം കോൾ എടുത്തു, അതിനെ കട്ട് ചെയ്ത് കറണ്ട് വിഷയം പറഞ്ഞപ്പോൾ തന്നെ കട്ട് ചെയ്തു. ഞാൻ എക്സിയെയും വിളിച്ചു, ഇഎനെയും വിളിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ എന്ത് സേഫ്റ്റി അനുസരിച്ചാണ് നിങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്? ഒരു ലൈറ്റ് ഉണ്ടോ? ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സേഫ്റ്റി ലൈറ്റ് ഉണ്ടോ അവർക്ക്? അവർ ജീവൻ എന്താ നോക്കണം? നമ്മളെ കറണ്ട് പോയി, അത് വേറെ കാര്യം. പക്ഷെ അവർ ഇരട്ടത്താണ് പണിയുന്നത്. ചേരാനോ അത്രയല്ലേ കറണ്ടില്ലാണ്ടുള്ളൂ, വേറെ എല്ലായിടത്തും കൊടുക്കണ്ടല്ല. വിൽക്കണങ്ങ എവിടെ കൊടുക്കണം? വിൽക്കണമില്ല, വേറെ എന്താ വിൽക്കണ വേറെ സംഭവം. നിങ്ങൾ എന്ന് ഞാനേ പഞ്ചായത്ത് മെമ്പറാ, ഞാൻ സംസാരിക്കും. ഞാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ. ഞാൻ 3-4 ദിവസമായി. നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തോ. ഞാൻ 3-4 ദിവസം പറഞ്ഞിട്ടു. അറിയോ? ഞാൻ കാര്യം പറയാം. വിളിച്ചേ, എന്നെ വിളിച്ച് ഈനെയും വിളിക്കും. ചേട്ടാ ഇത് തന്നെയാണ് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ ബ്രീച്ച് അനലൈസർ കൊണ്ട് പോലെന്ന് പറഞ്ഞേക്കണം. പറയണം, ആ ബ്രീത്ത് അനലൈസർ കൊണ്ടുവരാൻ പറ. ഉദ്യോഗസ്ഥരെയും ബ്രീത്ത് അനലൈസർ കൊണ്ടുവരാൻ പറ. ഇത് ഞങ്ങൾക്ക് കറണ്ട് വേണം. ഞങ്ങളുടെ വീട്ടുകാർക്ക് കിടന്നുറങ്ങണം, കുഞ്ഞു പിള്ളേർക്ക് കിടന്നുറങ്ങണം. അടിച്ചു പൊളിക്കും, അടിച്ചു പൊളിക്കും. തക്കതായ ഞാൻ പറയാം, കച്ചേരിപ്പടി എടേക്കുന്നം വാലം എന്നെ നിരന്തരം ജനങ്ങൾ എന്നെ വിളിക്കണാണ്. ആള് വിളിക്ക് വരാന്ന് പറഞ്ഞാൽ അല്ലാണ്ട് വന്നില്ലല്ലോ. ആള് വരാൻ സാധ്യതയുണ്ടോ? ഇത്തരം വിഷയങ്ങൾ ഈ വിഷയത്തിൽ ആള് ലീവല്ല ഡ്യൂട്ടിയിലുള്ള മിണ്ടല്ലേ. ഒരു മിനിറ്റ്. ആള് ലീവല്ല ഡ്യൂട്ടിയിലുണ്ട്. ആള് വരാൻ ബാധ്യതയുണ്ട്. അയാളിപ്പോ വരാന്ന് പറഞ്ഞാണ്. വരാന്ന് പറഞ്ഞാണോ? അയാളുടെ അഡ്രസ് തരണ്ടേ? അയാള് വരാൻ ബാധ്യത ഉണ്ട്. അയാൾക്ക് വരണം. 5 കിലോമീറ്റർ ചുറ്റളവിൽ അയാൾ വേണം. ചേട്ടൻ എത്ര മണിക്കൂറായി പുള്ളിനെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ചേട്ടൻ വന്നപ്പോ തൊട്ട് വിളിക്കാൻ തുടങ്ങല്ലേ? ചേട്ടൻ വന്നപ്പോ തൊട്ട് ഈയോനെ വിളിക്കാൻ തുടങ്ങണല്ലേ? പുള്ളിയുടെ അഡ്രസ്സാ, പുള്ളിയുടെ അഡ്രസ്സാ, ഈയോടെ അഡ്രസ്സാ. ചേട്ടാ നോട്ട് ഉണ്ടാവൂലേ? രജിസ്റ്ററിലുണ്ടാവൂലേ? ചേട്ടാ ഉണ്ടാവൂലേ? ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു മാസം ചേട്ടാ വന്നപ്പോ തൊട്ട് ചേട്ടൻ വിളിക്കാൻ തുടങ്ങണ. ഒരു മാസമായിട്ട് പറഞ്ഞ നൈറ്റ് ഡ്യൂട്ടികളുടെ നമ്പറുകൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. ഇതേപോലെ നമ്പർ തന്നിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടി ആരാണ് ചാർജ് ഞങ്ങൾക്ക് അവരായിട്ട് ബന്ധപ്പെടണം. കാരണം ഈ ഫോൺ നിങ്ങൾ എടുക്കൂല. ഇത് ഇപ്പഴേ ഞങ്ങൾ വന്നപ്പോഴല്ലേ ചേട്ടനെടുത്ത് വെച്ച്? ഞങ്ങൾ നമ്മൾ ഫോൺ എടുക്കട്ടെ. അയാളെടുക്കാൻ ബാധ്യത. ഞങ്ങൾ ഒരു ദിവസം ചേട്ടാ ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. ചേട്ടാ പുറകോട്ട് നോക്കിയാ അവിടെയൊക്കെ ക്യാമറ ഇരിപ്പുണ്ട്. ആ ക്യാമറ കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. ചേട്ടാ ഇനി ഇങ്ങോട്ട് വിളിക്കാനല്ലേ പറഞ്ഞോളൂ. വേറെ ആരും ഞങ്ങളൊന്നും പറഞ്ഞില്ലോ. ചേട്ടനോട് ഇത്രയും നേരം ഞാൻ മിണ്ടാണ്ടിരുന്നില്ലേ? ഏനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. ചേട്ടനോട് ഇങ്ങോട്ട് വരാനേ ഞാൻ പറഞ്ഞോളൂ. ആ പോലീസുകാരനെ പോലും പിടിച്ചെടുത്ത് ഞങ്ങളുടെ ബ്രീത്ത് അനലൈസർ വെച്ച് ഊതിച്ചു നോക്കാനാണ്. എത്ര നാളെ പഞ്ചായത്ത് ഓരോ പോസ്റ്റ് മാറ്റാൻ പൈസ തന്നിട്ട് 3 വർഷമായി ഇതുവരെ പണി കിട്ടിട്ടില്ല. അതെയോ?
അല്ലാണ്ട് പോലീസിനെ വിളിച്ചാൽ നിങ്ങൾക്ക് സംരക്ഷണം തരാൻ വേണ്ടിട്ടൊന്നുമല്ല. ആ ബ്രീത്ത് അനലൈസർ വെച്ച് നിങ്ങൾ ഊതിച്ചു നോക്കാനാണ്. ഹലോ ഹലോ ഈ ഏയുടെ പേര് ഒന്ന് പറയാൻ പറ്റും? ഈ ഏയുടെ പേര് എനിക്ക് അറിയാൻ പാടില്ല, മോറടിച്ചാൻ പൊളിക്കും. ഏയുടെ പേര് ഇമ്മാനുവൽ. ഇത്ര നേരം 1 മണിക്കൂറായിട്ടാണ് നമ്മൾ, എത്ര മണിക്കൂറാണ് ഇവിടെ വന്നിട്ട് ഒന്നര മണിക്കൂറായിട്ട് വന്നിട്ടില്ല. ഇവിടെ എല്ലാരും വന്നു, എല്ലായിടത്തും ഉള്ളവരൊക്കെ വന്നു. ഇവിടെ ഇനിയിപ്പോ ഇവിടെ പുറത്തോട്ട് എടുക്കുന്ന വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ കാണിച്ചു തരാം. ഇത്രയും പേര് ഇവിടെ വെയിറ്റ് ചെയ്യണ റൂമില്. ഓണാശംസകൾ. ഇപ്പൊ 9 മണി മുതൽ 1 മണി വരെ കറണ്ട് ഉണ്ടാവില്ല. വെച്ചിട്ട് പ്രൈവറ്റ് കമ്പനികൾക്കാർക്കും കൊടുത്തിട്ട് വെച്ചിട്ട് വല്ല പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞോ. 9 മണി മുതൽ 1 മണി വരെ കറണ്ട് പരിപാടി എത്തിക്കോ. പ്രൈവറ്റ് കമ്പനിക്ക് ഫോൺ പേ എല്ലാ മാസം പൈസ എല്ലാ മാസവും 1 മണിക്കൂറിൽ നിങ്ങളുടെ കാശടച്ചില്ല, നിങ്ങൾ ഫീസ് ഒരിക്കൊണ്ടോ? അതന്നെ. ഇതിന്റെ പേര് തെണ്ടിത്തകം പറയും. ഒരു ദിവസം 3 വർഷം ക്ഷമിക്കണോടാ. ചേട്ടാ ഇനി വീട്ടിലേക്ക് കറണ്ട് ബില്ലും ചോദിച്ചു വരണ്ട. ഇനിയും പീസകൾ ഊരിയ ഇവിടെ ഞാൻ വന്നെങ്കിൽ ചേരാൻ കാശടച്ചില്ല 3 ദിവസമെങ്കിലും സാവകാശം കൊടുത്തില്ലെങ്കിൽ ഞാനിവിടെ വരും. ഇനി ഏയിനോട് വരാൻ പറ. ഏയ് വരാണ്ട് ഞങ്ങള് പോണില്ല. മെമ്പർ അവിടെ പോയിരിക്കണ ഇവിടെ ഇരിക്കണ ഒരേപോലെ പിള്ളേര് കൊതുകടി ചൂടത്ത് എല്ലാവരും തല ഇതായിട്ടിരിക്കണ അറിയോ? ഈ ഒരു മാസം വീട് ഇവിടെ പറ. പറഞ്ഞോ ഉണ്ടല്ലേ? അതായത് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഒരു മിനിറ്റ് അത് പറഞ്ഞു തീർക്കട്ടെ. അയാള് പറഞ്ഞോട്ടെ. എന്റെ കൂടെ ജോബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി ഉണ്ട്. അതാണ് ഞാൻ ആൾ കൂടി ഉണ്ടായിരുന്നോ. ചേട്ടാ ആ ഫോണൊക്കെ എടുത്ത് മര്യാദ നോക്കാവോ? ഞാനിപ്പോ എക്സിക്യൂട്ടീവ് ആ ഫോൺ എടുത്ത് മര്യാദ വെക്കാവോ? ഞങ്ങളൊക്കെ വിളിച്ചാ കിട്ടണോ? ഹലോ ആ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. ഹലോ എന്നാ പോലീസ് വന്ന് പോസ്റ്റിൽ ഇറങ്ങോട്ടെ. ടാക്സി ഉണ്ടല്ലോ, വന്നില്ല ടാക്സി വരണ്ടേ? നല്ല സേവനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പവർ കട്ടാണെങ്കിൽ പവർ കട്ടെന്ന് അന്തസ്സായിട്ട് പറയാം. പരിപാടി കാണിക്കണം. എന്ത്? ആ പറ, നിങ്ങളിപ്പോ എന്റെ ആരാ? പ്രസിഡന്റ് നമ്മുടെ വേണ്ട, ഇത് കൂട്ടിക്കോ, ഞങ്ങൾക്ക് വേണ്ട, കറണ്ടും വേണ്ട, ഞങ്ങൾ മണ്ണെണ്ണ വിളക്കിൽ ജീവിച്ചോളാം. നിങ്ങൾ കൂട്ടി പോയിക്കോ, താഴിട്ട് കൂട്ടിക്കോ. എന്നിട്ടേ ആ റേഷൻ കടയിൽ ഒരു 10 ലിറ്റർ മണ്ണെണ്ണ തരാൻ പറ. മണ്ണെണ്ണകളൊക്കെ കത്തിച്ച് ഉപയോഗിച്ചോളാം. സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏയ് ഇവിടെ വരാൻ ബാധ്യതയുണ്ട്. ഏയ് ഇങ്ങോട്ട് വരണമെന്നേ ഇവിടെ ആവശ്യമുള്ളൂ. ആയി വന്നാ ഇവിടെ പ്രശ്നം തീർന്നു. വന്നില്ല സാറേ, 2 മണിക്കൂറായി. സാറ് വിളിക്ക്. 2 മണിക്കൂറാണ് ചേട്ടാ, 2 മണിക്കൂർ സാറിന് ഉൾപ്പെടെ സാറ് ഏയുടെ നമ്പർ മേടിച്ചിട്ട് സാറൊന്ന് വിളിച്ചു നോക്ക്. ഏയ് ഇങ്ങോട്ട് വരുമോ നോക്ക്. ലോകം മുഴുവനും കേബിൾ ഇട്ട് അത് സർക്യൂട്ട് പോയി. ഇന്നലെ മൊത്തം കറണ്ട് പോയി ഇന്നലെ. എന്നിട്ട് പിന്നെ അവന്മാർക്ക് അനുമതി കൊടുത്തു. കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന്നും കേബിൾ ഒരിക്കൽ അനുമതി കൊടുത്തു.
കാശ് കിട്ടിയാൽ മതി. ഇവനൊക്കെ ശമ്പളം കിട്ടണല്ലേ? സാറെ വിളിക്കാൻ തുടങ്ങിയിട്ട് 1-2 മണിക്കൂറായി. ഇത്ര നേരം വിളിച്ചോണ്ട് വന്നിട്ടില്ല. ഏയുടെ സാറായ ഏയുടെ നമ്പർ മേടിച്ചിട്ട് സാറൊന്ന് വിളിച്ചു നോക്ക്. ടെൻഷൻ വെള്ളം കൂടി സാറ് മനുഷ്യനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആവശ്യം.